ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നേ? കൂട്ടക്ഷരങ്ങൾ. ഇന്ന് പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരം ഇഷ, ഇന്ത. ഏതാ പഠിക്കുന്നേ? ഇഷ, ഇന്ത. ഇഷ എങ്ങനെ വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. ബോർഡിലോട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യം എന്തോ ചെയ്യണം? ഷ എഴുതണം. നമ്മള് വ്യഞ്ജനാക്ഷരം പഠിച്ചില്ലേ? അതിലെ ഷ. ഷായിന് മുകളിൽ ഒരു ചന്ദ്രക്കല്ലിട്ട് കൊടുക്കാം. ഷ എങ്ങനെ വായിക്കും? ഷ്. ഷായിന് മുകളിൽ ഒരു ചന്ദ്രക്കല്ലിട്ട് കൊടുക്കുമ്പോ ഷ എങ്ങനെ വായിക്കും? ഷ്. അതിന്റെ കൂടെ വീണ്ടും ഒരു ഷ ചേർന്നു. അപ്പോഴെന്ത് കിട്ടും? ഇഷ എന്നുള്ള കൂട്ടക്ഷരം എങ്ങനെ എഴുതും? ആദ്യം നമ്മൾ ഷ അതുപോലെ എഴുതി, അതിന്റെ അടിയില് അതിനോട് ചേർന്ന് വീണ്ടും ഒരു ഷ. എളുപ്പല്ലേ? ശ്രദ്ധിക്കണം എഴുതപ്പോ. അതിനടിയിൽ അതുപോലെ ഒരു ഷ. എന്താ വായിക്കുക? കൂട്ടക്ഷരം ഇഷ. ഷ എങ്ങനെ എഴുതുന്ന നോക്കിയേ. എങ്ങനെയാ വന്നത്? ഷി അധികം ഷ, ഇഷ. ക്ലിയർ? എങ്ങനെ എഴുതുന്നേ? നമ്മളെ വ്യഞ്ജനാക്ഷരത്തിലെ ഷ അതുപോലെ എഴുതാം. ഓക്കെ, സോറി, ഒന്നുകൂടി ശ്രദ്ധിച്ചേ. നമ്മളെ വ്യഞ്ജനാക്ഷരത്തിലെ ഷ അതുപോലെ എഴുതി. എന്നിട്ട് അതിന്റെ അടിയിൽ നോക്കിയേ. ഇവിടുന്ന് അതുപോലൊരു ഷ എഴുതുക. എന്തുവായി? ഇഷ എന്നുള്ള കൂട്ടക്ഷരം. എങ്ങനെ എഴുതും? ഷ അതുപോലെ എഴുതി, അതിനടിയിൽ ഇതാ അതുപോലെ വീണ്ടും ഒരു ഷ എഴുതുക. സ്ലോലി എഴുതുക, അപ്പോഴും മനസ്സിലാവും. ഓക്കെ, എഴുതാൻ വേണ്ടിട്ട് പറ്റും. ഏതാ വായിക്കുക? ഇഷ. ഷ അധികം ഷ, ഇഷ. നമുക്ക് ഇഷ വരുന്ന കുറച്ച് വാക്കുകള് നോക്കാം. ബോർഡിലോട്ട് ശ്രദ്ധിച്ചേ. ആദ്യത്തെ വാക്ക് നോക്കിയേ. മുത്തശ്ശി. ഏതാ വാക്ക്? മുത്തശ്ശി. മുത്തശ്ശി. അതിലെന്തുണ്ട്? ഇഷ എന്നുള്ള കൂട്ടക്ഷരം. അടുത്തത് നോക്കിയേ. അടുത്ത വാക്ക് നോക്കിയാട്ടെ. ദുശ്ശീലം. ദുശ്ശീലം. ഇതിൽ എന്തുണ്ട്? ഇഷ എന്നുള്ള കൂട്ടക്ഷരം. എങ്ങനെയാ വായിക്കുക? ദുശ്ശീലം. അടുത്തൊരു വാക്ക് നോക്കിയാട്ടെ. പഴശ്ശിരാജ. പഴശ്ശി രാജ. എങ്ങനെയാ വായിക്കുക? പഴശ്ശി രാജ. ഇതിലും ഇഷ എന്നുള്ള കൂട്ടക്ഷരമുണ്ട്. അടുത്തൊരു വാക്കും കൂടി നോക്കിയാട്ടെ. കാണുന്നുണ്ടോ? അടുത്തൊരു വാക്ക് മുത്തശ്ശൻ. ഏതാ വാക്ക്? മുത്തശ്ശൻ. ഷ എങ്ങനെ വന്നു? ഷ അധികം ഷ, ഇഷ. വാക്കേതാ? മുത്തശ്ശി, ദുശ്ശീലം, പഴശ്ശിരാജ, മുത്തശ്ശൻ. ക്ലിയർ? അടുത്ത കൂട്ടക്ഷരം ശ്രദ്ധിച്ചു നോക്കണം. കുറച്ച് കടുപ്പുള്ള ഭാഗാണ്. ഇന്ത. ഇന്ത എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബോർഡിലോട്ട് നോക്കിയേ. നാ എഴുതി, അതിനു മുകളിൽ ഒരു ചന്ദ്രക്കല. നാ എങ്ങനെ വായിക്കും? ന്. നായിന് നമ്മള് മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്തു. നാ എന്താ വായിക്കും? ന്. അതിന്റെ കൂടെ ഏതക്ഷരം വരും? ത. ഇതൊക്കെ അക്ഷരങ്ങൾ നമ്മൾ വ്യഞ്ജനാക്ഷരത്തിൽ പഠിച്ചിന്. ന് അധികം ത എന്തായി മാറും? എന്താന്നുള്ള കൂട്ടക്ഷരം. ക്ലിയർ? ന് അധികം ത
എന്താന്നുള്ള കൂട്ടക്ഷരം. എന്തെങ്ങനെ എഴുതും? എളുപ്പം നാ എഴുതിയിട്ട് അതിനോട് ചേർന്നൊരു താ വെച്ചാല് ഇങ്ങനെ എഴുതണം. നാ എഴുതിയിട്ട് അതിനകത്തോട്ടൊരു സർക്കിള് പുറത്തോട്ട് എടുക്ക. താ പോലെ അല്ലേ? എന്താ? എന്താ എങ്ങനെ എഴുതും? നമ്മള് നാ എഴുതിയിട്ട് ഇവിടുന്ന് നോക്കിയേ, ഇങ്ങനെ വന്ന് പുറത്തോട്ട്. ക്ലിയർ? ഓക്കെ, മനസ്സിലായോ? എന്താ വായിക്കുക? എന്താ എങ്ങനെ വന്നു? ന് അധികം താ. എന്താ വരുന്ന കുറച്ച് വാക്കുകൾ നോക്കാം. ആരും എഴുതണ്ട, ശ്രദ്ധിച്ചാ മതി. ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ. പന്ത്. പന്ത് എല്ലാവർക്കും അറിയാം അല്ലെ? ബോൾ. പന്ത്. അടുത്തൊരു വാക്ക് നോക്കിയാട്ടെ. ഓന്ത്. ഓന്ത് എങ്ങനെയാ വായിക്കുക? ഓന്ത്. അടുത്തൊരു വാക്ക് നോക്കേ. മുന്തിരി. മുന്തിരി. ഇതിലെന്ത് വന്നു? എന്താന്നുള്ള കൂട്ടക്ഷരം. എങ്ങനെ വായിക്കും? മുന്തിരി. അടുത്തൊരു വാക്കും കൂടി നോക്കേ. ഈന്തപ്പഴം. 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 എന്താ എങ്ങനെ വന്നു? ന് അധികം താ. എന്താ. വാക്കുകൾ ഏതാ? പന്ത്, ഓന്ത്, മുന്തിരി, ഈന്തപ്പഴം. ഇന്ന് ഏതൊക്കെ കൂട്ടക്ഷരങ്ങൾ പഠിച്ചോ? ഇഷ. അതുപോലെ ഏതാ പഠിച്ചിപ്പോ? എന്താ. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഇഷ, എന്താ, ഇതൊക്കെ എന്താ കൂട്ടക്ഷരങ്ങൾ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ അടുത്ത കൂട്ടക്ഷരം പഠിക്കാം. ബൈ.